വീട്ടിൽ തയ്യാറാക്കിയ പുട്ടുപൊടിയുണ്ട്. അരിപ്പുട്ടും അല്ലാതെ മസാലപ്പുട്ടും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് ഒരു കപ്പ് ഇപ്പോൾ അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ പുട്ടിന് വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് വെള്ളം ശകലമായിട്ട് തളിച്ച് ഇതുപോലെ കുഴച്ചെടുക്കുക. വെള്ളം തളിക്കുന്നത് ഒരു ചെറു ചൂടുവെള്ളമാണ് തളിക്കേണ്ടത്. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിച്ച് കുഴച്ചെടുക്കരുത്. ശകലം ഒഴിച്ച് ഇതുപോലെ പിടിച്ചാൽ പിടിക്കണം, ഉതിർത്താൽ ഉതിർക്കണം. ആ രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കുന്നത് വരെ വെള്ളം തളിച്ച് കൊടുക്കുക. ഏകദേശം 3/4 ഗ്ലാസ്സോളം വെള്ളം തളിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കുക. അപ്പോൾ ആ അരിപ്പൊടി ആ വെള്ളമൊക്കെ നന്നായിട്ട് വലിച്ച് ഒന്നും കൂടെ ഇതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ശകലം കൂടെ വെള്ളം തളിച്ച് അപ്പോൾ പുട്ട് നല്ല മയത്തിൽ കിട്ടുകയും ചെയ്യും. ഏറെ നേരം ഇരിക്കുകയാണെങ്കിലും അത് ഉണങ്ങിപ്പോകത്തില്ല. ഇതുപോലെ ഒന്നും കൂടെ വെള്ളം തളിച്ച് കൊടുക്കുക. ഇതിപ്പോൾ 2-3 ടേബിൾ സ്പൂണോളം വെള്ളം തളിക്കാനേ പറ്റത്തുള്ളൂ. എത്രയാണോ അതിനാവശ്യമായിട്ട് ഇതുപോലെ ഉതിരായിട്ട് കിട്ടുന്ന രീതിയിൽ വെള്ളം തളിച്ച് കൊടുക്കുക. ഇതുപോലെ നല്ല ടൈറ്റായിട്ട് നമുക്ക് പിടിക്കാനും പറ്റണം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണേ ബാക്കി വെള്ളമുള്ളൂ. ഇനി പുട്ടുകുറ്റിയിൽ നമുക്ക് പുട്ടിൻ്റെ മാവ് നിറയ്ക്കാം. ആദ്യം പുട്ടുകുറ്റിയുടെ ആ ചില്ല് താഴെ ഇട്ടതിന് ശേഷം ആദ്യം തേങ്ങ വേണം. 1-2 ടേബിൾ സ്പൂൺ തേങ്ങ ഇതുപോലെ ചേർക്കുക. അത് കഴിഞ്ഞ് പുട്ടിൻ്റെ മാവ് 2-3 കൈ ചേർക്കാം. ഒന്നുകിൽ പകുതി പുട്ടുകുറ്റി വരെ മാവ് നിറയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ലെയർ പുട്ടായിട്ട് കിട്ടും നടുക്ക് തേങ്ങ ഇടുമ്പം. ഇല്ലെങ്കിൽ 3-4 ലെയറായിട്ടും നമുക്ക് നിറയ്ക്കാം. ഏത് രീതിയിലാണോ മാവ് നിറയ്ക്കേണ്ടത് അതനുസരിച്ച് മാവ് നിറയ്ക്കുക. മാവ് ഇതിപ്പം 3 ലെയറായിട്ടാണ് മാവ് നിറയ്ക്കുന്നത്. നമ്മൾ പുട്ടിൻ്റെ കുറ്റിയിൽ മാവ് നിറയ്ക്കുമ്പോൾ ഏറ്റവും താഴെയും തേങ്ങയുടെ ലെയർ വരണം, ഏറ്റവും മുകളിലും തേങ്ങയുടെ ലെയർ വരുന്ന രീതിയിൽ മാവ് ഫില്ല് ചെയ്ത് ആവി കയറ്റി എടുക്കുക. ആവി നല്ലോണം മുകളിൽ കൂടെ പുട്ടിൻ്റെ ഈ ഹോളിൽ കൂടെ മുകളിൽ ആവി നല്ലോണം വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളിതുപോലെ പുട്ടിൻ്റെ കുറ്റിയിൽ നിന്ന് പുട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ ഒട്ടും ഉതിർന്ന് പോകാതെ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഇതിപ്പം 3 ലെയറായിട്ടാണ് ഞാൻ മാവ് നിറച്ചിരിക്കുന്നത്. ഇനി ഈ പുട്ട് നമുക്ക് ഇഷ്ടമുള്ള കറിയുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. ഇനി മസാലപ്പുട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർക്കുക. പച്ചമുളക് ഇഞ്ചിയൊക്കെ അവരവരുടെ ടേസ്റ്റിന് എത്രയാണോ കൂടുതൽ വേണ്ടത് അതനുസരിച്ച് ചേർക്കുക. ഇപ്പോൾ എരിവ് എത്ര കൂട്ടി വേണമെങ്കിൽ അതനുസരിച്ച് പച്ചമുളക് കൂടുതൽ ചേർക്കുക. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വാടി വരുമ്പം അതിലേക്ക് പച്ചക്കറികളായിട്ടിപ്പം ക്യാരറ്റും ക്യാപ്സിക്കുമാണ് എടുത്തിരിക്കുന്നത്. ബീൻസ് വേണമെങ്കിൽ ബീൻസ് ചേർക്കാം. ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇതിൻ്റെ കൂടെ ചേർക്കാം. ക്യാരറ്റും ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത്, ഇനി ഇതിൽ മസാലപ്പൊടിയും ചേർക്കുന്നത് ഇഷ്ടമാണെങ്കിൽ മസാലപ്പൊടിയും കൂടെ ചേർക്കുക. അവസാനം ക്യാപ്സിക്കവും കൂടെ ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കുക. ഇത് ഒരുപാട് വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ആവിയിലും വേവിക്കുന്നുണ്ട്. നമ്മൾ പുട്ടിൻ്റെ മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മസാലകളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ആദ്യം എങ്ങനെയാണോ പുട്ടിൻ്റെ മാവ് വിരവിയെടുത്തത് അതുപോലെ തന്നെ വിരവിയെടുക്കുക. അതിലേക്ക് വേണം ഈ മസാല ചേർത്ത് വിരവിയെടുക്കേണ്ടത്. ഇത് ആദ്യം ചെയ്തതുപോലെ തന്നെ പുട്ടുകുറ്റിയിൽ മാവ് 2 ലെയറായിട്ടോ 3 ലെയറായിട്ടോ 4 ലെയറായിട്ടോ നമുക്ക് നിറച്ചെടുക്കാം. എന്നിട്ട് ആവിയിൽ ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ആവി കയറ്റി എടുക്കുക. നമ്മൾ ആ പുട്ടുകുറ്റിയിൽ ആവി വെക്കാനായിട്ട് വെക്കുമ്പം വെള്ളം തിളച്ചതിന് ശേഷം വെക്കുക.
എന്നിട്ട് മുകളിൽ കൂടെ ആവി വന്നതിന് ശേഷമാണ് 10 മിനിറ്റ് പറയുന്നത്. ഇല്ലെങ്കിൽ മാവ് നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല. അതും നന്നായിട്ട് വെന്തതിന് ശേഷം കുറ്റിയിൽ നിന്നും ഇതുപോലെ ഒരു തവി വെച്ചോ കത്തി വെച്ചോ നമുക്ക് പുട്ടുകുറ്റിയിൽ നിന്നും പുട്ട് ഇതുപോലെ കുത്തിയെടുക്കാവുന്നതാണ്. അരിപ്പുട്ടാണെങ്കിൽ നമുക്ക് കറികളുടെ കൂടെ വിളമ്പാവുന്നതാണ്. പയറുകറിയോ അല്ല കടലക്കറിയോ കൂടെ പപ്പടവും പഴവും കൂടെ നമുക്ക് വിളമ്പാം. മസാലപ്പുട്ടാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യം വരുന്നില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള മസാലപ്പുട്ട് ഈ രീതിയിൽ എല്ലാവരും തയ്യാറാക്കി നോക്കുക.